ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യോളജി ചാപ്റ്റർ 26 ആണ്, 26ാമത്തെ ചാപ്റ്റർ. അപ്പം നമുക്ക് 20 ചാപ്റ്റർ സോഷ്യൽ കൺട്രോൾ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 21 മുതൽ 25 വരെയുള്ള ചാപ്റ്റേഴ്സ് TMA ചാപ്റ്റേഴ്സാണ് കേട്ടോ, അഥവാ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് എഴുതാനുള്ള ചാപ്റ്ററുകളാണ്. പിന്നെ നമുക്ക് പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റർ നമുക്ക് 26 ആണ്. അപ്പോൾ അതേതാ നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൺ. ഇന്ത്യൻ സമൂഹം, ഗോത്രം, അതുപോലെ തന്നെ ഗ്രാമം, നഗരം. അപ്പോൾ ഈ ഗോത്രവും നഗരവും ഗ്രാമങ്ങളും തമ്മിലുള്ള സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രൈബ്സ് ആർ ഫൗണ്ടഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര, ഇത് MCQ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഹൗ മെനി ട്രൈബ്സ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ഗോത്ര വിഭാഗങ്ങളുണ്ട്? എത്ര ഗോത്ര വിഭാഗങ്ങളാണ്? 461 കേട്ടോ. 461 ഗോത്രവർഗ്ഗങ്ങളാണ് എവിടെ ഉള്ളത്? നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പക്ഷേ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ടീച്ചർ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യനോ, റെയറായിട്ടാണ് 2 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വീതമാണ് നമുക്ക് വരിക. അതുതന്നെ നമുക്ക് 22ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന് നമുക്ക് ആകെ MCQ ഒക്കെ പാടെ കവർ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ട്രൈബ്? എന്താണ് ട്രൈബ് അല്ലേ? ഗോത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗോത്രവർഗ്ഗങ്ങളെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ എന്താണ് ഗോത്രവർഗ്ഗം അഥവാ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് ദ ട്രൈബ്. ട്രൈബ് എന്നാൽ എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പറയുന്നത്. അപ്പോൾ പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയോ വിവാഹം, തൊഴിൽ മേഖല അല്ലെങ്കിൽ തൊഴിൽ എന്നിവയിൽ പൊതുവായ കീഴ്വഴക്കങ്ങൾ പരമ്പരാഗതമായി പിന്തുടർന്ന് പരസ്പര ധാരണയും അംഗീകാരവുമുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ വികസിപ്പിക്കുകയും അങ്ങനെ വിലയിരുത്തുകയും ചെയ്യുന്ന കുടുംബങ്ങളുടെയോ കുടുംബ സംഘങ്ങളുടെയോ ഒരു കൂട്ടമാണ് ഗോത്രം. അത് മക്കളെ വലിയൊരു ഡെഫിനേഷനാണ്, നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടീച്ചർ മറ്റൊരു ഡെഫിനേഷനാണ് ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുക, അഥവാ ഒരു പ്രത്യേക പ്രദേശത്താണ് ഈ ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടാവുക അല്ലേ. അധിവസിക്കുകയും പൊതുവായൊരു, അവർക്ക് സ്വന്തമായിട്ടൊരു ഭാഷ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആ ഭാഷ അവർ സംസാരിക്കുകയോ അവർക്ക് പ്രത്യേക ട്രൈബൽ കൾച്ചറാണ് അല്ലേ, പ്രത്യേക ഒരു സംസ്കാരമാണ് അവർക്ക് ഉണ്ടായിരിക്കുക. ആ സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന, എക്സ്പെഷ്യലി അവിടെ പ്രത്യേകത എന്താണ് പ്രത്യേകിച്ചുള്ളത്? അവർ നിരക്ഷരരാണ് അല്ലേ. നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഒരു ഗോത്ര. അപ്പോൾ ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്ത് അധിവസിക്കുകയും ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുകയോ ഒരു പ്രത്യേക സംസ്കാരം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ട്രൈബ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഡിസ്ക്രൈബ് ദ മേജർ ട്രൈബൽ പ്രോബ്ലംസ്. മക്കളെ ഈ ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി നമ്മളെ പുതിയ പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നറിയില്ല, എങ്കിലും ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ പുതിയ പാറ്റേണിലെ ക്വസ്റ്റ്യൻ പേപ്പറും ടീച്ചർ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതിൻ്റെ വീഡിയോയും ടീച്ചർ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി ഡിസ്ക്രൈബ് ദ മേജർ ട്രൈബൽ പ്രോബ്ലംസ്. അപ്പോൾ എന്താണ് ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ നോക്കാം. 1, ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 1 by 1 ആയിട്ട് എന്നോ അല്ലെങ്കിൽ 1, 2, 3 എന്നോ അല്ലെങ്കിൽ ABC എന്നോ ആ ലെവലിലാണ് നിങ്ങൾ പോയിന്റുകൾ മാർക്ക് ചെയ്യേണ്ടത്, എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കുക, ഇത് കുറേ നമുക്ക് വരുന്നുണ്ട്, ട്രൈബൽ പ്രോബ്ലംസ് കുറേ പറയുന്നുണ്ട്. അത് മുഴുവനും നമുക്ക് ആവശ്യമില്ല. അതിൽ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. ഭൗതികമായും സാമൂഹികമായുള്ള ഒറ്റപ്പെടൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഒന്ന് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ. ഇനി സെക്കൻഡ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് സാംസ്കാരിക പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പോൾ ഗോത്ര സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഗോത്രവർഗ്ഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ, മനോഭാവങ്ങൾ തുടങ്ങിയവ ഗോത്രേതര ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നോ വളരെ വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റിലാണ് നമ്മൾ ഭൂമിശാസ്ത്രപരം എഴുതേണ്ടത്, പിന്നെ സാംസ്കാരികമായ പ്രശ്നങ്ങൾ എഴുതേണ്ടത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് സോഷ്യൽ പ്രോബ്ലംസ് ആണ്, സാമൂഹിക പ്രശ്നങ്ങളാണ്. അതിൽ ഫസ്റ്റ് ആണ് ലിറ്ററസി അഥവാ നിരക്ഷരത അല്ലേ. ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം നിരക്ഷരതയാണ്. അവരുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണവും എന്താണ്? നിരക്ഷരത അഥവാ എഴുതാനും വായിക്കാനോ അറിയാത്ത അവസ്ഥയാണല്ലോ നിരക്ഷരത അല്ലേ. ഇനി 2, ആരോഗ്യവും പോഷകാഹാരവും. ഗോത്രവർഗ്ഗക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണ് അല്ലേ.
എന്നാൽ നിരന്തരമായ അണുബാധ കാരണം അവർക്ക് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അനാരോഗ്യവും പോഷകാഹാരക്കുറവുമാണ് ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന പ്രധാന സാമൂഹിക പ്രശ്നങ്ങൾ. ഇനി മക്കളെ തേർഡ് പോയിന്റിൽ വരുന്നതാണ് ഇക്കണോമിക് പ്രോബ്ലംസ് അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ അതെന്താ നോക്കാം. ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് ഗോത്രവർഗ്ഗങ്ങൾ. കാരണം എന്താ, അവർ കുന്നിൻ മുകളിലും കാടുകളിലും മലഞ്ചെരിവുകളിലൊക്കെയാണ് താമസിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ ഭക്ഷണം ശേഖരിക്കൽ, വേട്ടയാടൽ, മീൻപിടുത്തം എന്നിവയാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെ നോക്കാം. ഒന്ന് ദാരിദ്ര്യവും കടബാധ്യതയും കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റാണ് ഇക്കണോമിക് പ്രോബ്ലംസ്. അതിൽ ഫസ്റ്റ് വൺ ദാരിദ്ര്യവും കടബാധ്യതയും. ദാരിദ്ര്യമാണ് കടബാധ്യതകൾക്ക് മുഖ്യ കാരണം. ഭൂരിപക്ഷ ഗോത്രവർഗ്ഗങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ഉൽപാദന മേഖലയിൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ പ്രാകൃതമാണ് അല്ലേ. അതാണ് പ്രാകൃത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവർ എന്താവുന്നത്, സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നത് കേട്ടോ. അതിലിനി നെക്സ്റ്റ് പറയുന്നത് സ്ഥിരമായ വിപണിയുടെ അഭാവം. അതാണ് ടീച്ചറിന് അതിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഗോത്രവർഗ്ഗ മേഖലയിൽ സംവിധാനമില്ല. അതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാകുന്നില്ല കേട്ടോ. ഇനി ഒരു പോയിന്റ് കൂടി ടീച്ചർ പറയാണ്, തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയും. മൂന്നാമത്തെ പോയിന്റ്, ഗോത്രവർഗ്ഗക്കാരെ തൊഴിലില്ലായ്മ വ്യാപകമാണ്. കൊല്ലം മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവരൊട്ടും സംതൃപ്തരല്ല കേട്ടോ. ഇനി അങ്ങനെ 4 പോയിന്റാണ് ട്രൈബൽസിൻ്റെ പ്രോബ്ലങ്ങൾ പറഞ്ഞ. ലാസ്റ്റ് പോയിന്റാണ് റിലീജിയസ് പ്രോബ്ലംസ് അഥവാ മതപരമായ പ്രശ്നങ്ങൾ. അപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ് അല്ലേ. ഗോത്രവർഗ്ഗക്കാർ ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മതം മാറിയപ്പോൾ അവർ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഇന്ന് ദീർഘകാലമായി തലമുറകളായി പിന്തുടരുന്ന കൂട്ടായ്മ ഇല്ലാതായി. അപ്പോൾ ഇത്രയാണ് ട്രൈബൽസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഡിഫൈൻ റൂറൽ സൊസൈറ്റി. അപ്പോൾ മക്കളെ ഇതിൽ നമ്മൾ ട്രൈബൽസ് പറഞ്ഞു, അതാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ റൂറൽ സൊസൈറ്റിയും അർബൺ സൊസൈറ്റിയും ടീച്ചർ രണ്ടോ മൂന്നോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ് അവരുടെ പ്രത്യേകതകൾ കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് വൈഡായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നോക്ക്, കൃഷിയിടങ്ങളിലോ ചെറുകുടിലുകളിലോ ഗ്രാമങ്ങളിലോ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഏതുപേരിൽ അറിയപ്പെട്ടത്, ഗ്രാമസമൂഹം എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി. അപ്പോൾ അർബൺ സൊസൈറ്റിയുടെയും റൂറൽ സൊസൈറ്റിയുടെയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പൊളിറ്റിക്സിൽ വരുന്നുണ്ട്, ഹിസ്റ്ററിയിൽ ചെറിയൊരു ഭാഗമുണ്ട്, അതുപോലെ സോഷ്യോളജിയിൽ ഇനി ഏതൊരു ചാപ്റ്ററിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ ഗ്രാമസമൂഹങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, പ്രാഥമിക ബന്ധുത്വങ്ങളുടെ ആധിപത്യം. അതെന്താ നോക്കാം. ഗ്രാമസമൂഹങ്ങൾ പ്രാഥമിക സമൂഹങ്ങളാണ്. ഈ സമൂഹത്തിലെ ബന്ധങ്ങൾ പ്രാഥമിക സാമൂഹ്യ ബന്ധങ്ങളാണ്. പ്രാഥമിക സമൂഹത്തിലെ ആളുകൾ പരസ്പരം അടുത്തിടപഴകുന്നു അല്ലേ. അതിൽ ഡിഫറൻസ് പറഞ്ഞതാണ് റൂറൽ ഏരിയ, അർബൺ ഏരിയ അല്ലേ. അതന്നെ നിങ്ങൾക്ക് എടുത്തെഴുതാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകത ചോദിക്കുമ്പോൾ ഏത് ചാപ്റ്ററിലാണെങ്കിലും നിങ്ങൾക്ക് സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ മക്കൾക്ക് അത് എടുത്തിട്ട് എക്സാമിന് എഴുതാൻ പറ്റൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ, സോഷ്യൽ ഹോമോജിനിറ്റി നോക്കാം, ഏകജാതീയത. അപ്പോൾ ഗ്രാമസമൂഹങ്ങൾ പ്രധാനമായും ഏകജാതീയമായിരിക്കും. സാമൂഹ്യ ജീവിതത്തിൽ ഐക്യരൂപവും പ്രകടമായിരിക്കും. ഇനി തേർഡ് പോയിന്റ്, സെൽഫ് സഫിഷ്യൻസിയാണ്, സ്വയം പര്യാപ്തത. ഓരോ ഗ്രാമസമൂഹവും സ്വയം പര്യാപ്തതയ്ക്ക് ശ്രമിക്കുന്നവരാണ്. ഗ്രാമത്തിലെ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമാണ്. നമുക്കറിയാം ഗ്രാമങ്ങളിലെ കാർഷിക മേഖലക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഒക്യുപ്പേഷനാണ്, തൊഴിലാണ് കേട്ടോ. അപ്പോൾ ഗ്രാമസമൂഹങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ് അല്ലേ. വളരെ കുറച്ചു പേർ മാത്രമേ കാർഷികേതര ജോലികളിൽ ഏർപ്പെടുന്നുള്ളൂ. തൊഴിൽ വിഭജനവും വൈദഗ്ധ്യവൽക്കരണവും ഗ്രാമസമൂഹങ്ങളിൽ കുറവാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഗ്രാമസമൂഹം എന്തിനാണ്, അവരുടെ ഫാമിലിക്കും അതുപോലെ തന്നെ അയൽബന്ധങ്ങൾക്കൊക്കെയാണ് അല്ലേ. അപ്പോൾ കൂട്ടുകുടുംബ സംവിധാനമാണ് എവിടെ കാണുന്നത്. കൂട്ടുകുടുംബം, അണുകുടുംബം, നമ്മൾ ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി എടുത്ത് തന്നിട്ടുണ്ട് ടീച്ചറെ. നിങ്ങൾക്ക് അതും ചോദിക്കാം അങ്ങനെ വരുമ്പോൾ കേട്ടോ. കൂട്ടുകുടുംബത്തിൻ്റെ ജോയിൻറ്റ് ഫാമിലിയുടെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. കൂട്ടുകുടുംബ സംവിധാനമാണ് ഗ്രാമസമൂഹത്തിൻ്റെ സവിശേഷത. കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് ഗ്രാമസമൂഹത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും. ഇനി ലാസ്റ്റ് പോയിന്റ് പറയാണ്, അയൽപക്കങ്ങളുടെ പങ്ക്, ദ റോൾ ഓഫ് നൈബേഴ്സ്. ഗ്രാമത്തിലെ കുടുംബങ്ങൾ തമ്മിൽ അപരിചിതത്വം ഉണ്ടായിരിക്കുകയില്ല. എല്ലാ കുടുംബങ്ങളും എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് ഇടപഴകുന്നു കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഏതാണെന്നറിയോ, ഡിസ്ക്രൈബ് ബ്രീഫ്ലി അർബൺ സോഷ്യൽ പ്രോബ്ലംസ് കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ ഇവരുടെ പ്രോബ്ലംസ് പറഞ്ഞു, ആരുടെ, ട്രൈബൽസിൻ്റെ പ്രോബ്ലം
പ്രോബ്ലംസ് പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ റൂറൽസിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു. ഇനി അർബൻസിൻ്റെ സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ചേരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ചേരിയാണല്ലോ ബോംബെയിലെ ധാരാവി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതാണ് ചേരികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, അഥവാ അടിസ്ഥാന സൗകര്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ചേരികൾ അല്ലെങ്കിൽ സ്ലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നഗരവൽക്കരണം, വ്യവസായവൽക്കരണം വർദ്ധിക്കുന്നതോടെ നഗരങ്ങളിൽ ചേരികളും വർദ്ധിക്കുന്നു. ഇനി അതിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലംസ് ആണ് ജനസംഖ്യയുടെ കേന്ദ്രീകരണം. കുറഞ്ഞ സ്ഥലത്തെ വളരെ കൂടുതൽ പേർക്ക് താമസിക്കേണ്ടി വരുന്നത് നഗരങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് പാർപ്പിട ദൗർലഭ്യം അല്ലേ? അപ്പോൾ പാർപ്പിടമില്ലായ്മ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കാൻ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പിന്നെ ജലവിതരണം നോക്കാം. 24 മണിക്കൂറും തുടർച്ചയായി ശുദ്ധജലം ലഭിക്കുന്ന നഗരങ്ങൾ ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് വലിയൊരു സോഷ്യൽ പ്രോബ്ലമാണ്. ഇനി ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാഫിക് ആണ് കേട്ടോ. ഗതാഗതവും ഗതാഗത കുരുക്കും. നഗരത്തിലെ ഗതാഗത സംവിധാനം വളരെ ശോചനീയമാണ്. നഗരത്തിൽ നിന്നുള്ള ബസ്സുകളും തീവണ്ടികളും യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇനി ലാസ്റ്റ് പോയിന്റാണ് സോഷ്യൽ പ്രോബ്ലംസിലെ അർബൻസിൻ്റെ സാമൂഹ്യ തിന്മകൾ. നഗരസമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾ വൻതോതിൽ കാണപ്പെടുന്നു. ജനങ്ങൾ ഒരു സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്നതാണ് സാമൂഹ്യ തിന്മ വളരാനുള്ള പ്രധാന കാരണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് 6 ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മക്കൾ നന്നായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടോ. ആ ക്വസ്റ്റ്യനും ആൻസറും നന്നായിട്ട് 2-3 പ്രാവശ്യം ടീച്ചർ വോയിസ് അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കേൾക്കുക. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്മുടെ എക്സാം കഴിഞ്ഞാൽ, നമ്മുടെ മാർച്ച് ബാച്ചിൻ്റെ എക്സാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നെറ്റിൽ അവർ ഡൗൺലോഡ് ചെയ്യുള്ളൂ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ്. അപ്പോൾ അത് വെച്ചിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏറെ സൗകര്യമാവും. അപ്പോൾ ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഇതിലെ 27 കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ആ ചാപ്റ്ററുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.